വിദേശ കുടിയേറ്റ നയം, ആരാധനാക്രമങ്ങളുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വിഭജനം, മെത്രാൻ സിനഡിലെ ഭിന്നത തുടങ്ങിയ വിവിധ ഘടകങ്ങൾ കാരണമാണ് കേരളത്തിലെ സീറോ മലബാർ സഭയിൽ അംഗത്വത്തിൽ കുറവ് നേരിടുന്നത്. മാത്രവുമല്ല, ബിഷപ്പ് റാഫേൽ തട്ടിലിനെ പോലെയുള്ള നേതൃത്വത്തിന്റെ വിവേകമില്ലായ്മയും നിഷ്ക്രിയത്വവും സീറോ മലബാർ സഭയെ വൻ തകർച്ചയിലേക്ക് നയിച്ചു. ഏഷ്യയിലെ തന്നെ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കത്തോലിക്ക ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിനുള്ളിൽ സീറോ മലബാർ സഭയുടെ എണ്ണത്തിൽ കുറവ് അനുഭവപ്പെടുന്നു എന്ന് മാത്രമല്ല, വിശ്വാസികൾ ഭൂരിഭാഗവും സഭയുടെ നേതൃത്വവുമായി അകൽച്ചയിലുമായി. തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇവയൊക്കെയാണ്: സഭാ നേതൃത്വത്തിലെ അഭാവവും, ദുർബലനായ മേജർ ആർച്ച് ബിഷപ്പിന്റെ സാന്നിധ്യവും, നല്ല കഴിവുള്ള നേതൃത്വത്തിന്റെ അഭാവവും സീറോ മലബാർ സഭയെ പ്രശ്ന കലുഷിതമാക്കുന്നു. വിവാദ പുരുഷന്മാരായ വൈദികർ സഭയുടെ ആസ്ഥാനത്തുള്ളതും സഭയ്ക്ക് തിരിച്ചടി നൽകുന്നുണ്ട്. സ്ഥിരം സിനഡിനെ പോലും നോക്കുകുത്തിയാക്കി സഭ ഭരിക്കുന്നത് വിവാദ വൈദികരാണ്. വിമതരുടെ കൂടെ നിൽക്കുന്ന ഒരു പിടി വൈദികർ സഭയുടെ ആസ്ഥാനത്തുമുണ്ട്. എറണാകുളം വിമത വൈദികരെ സഹായിക്കുന്ന നിലപാട് മേജർ ആർച്ച് ബിഷപ്പ് എടുക്കുന്നു എന്ന കുറ്റകരമായ അവസ്ഥ സഭയെ തകർത്ത് കളഞ്ഞു. വിശ്വാസികൾക്ക് മേജർ ആർച്ച് ബിഷപ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. വിശ്വാസികളെ കാണാനും കേൾക്കാനും സഭാ തലവൻ തയ്യാറാകുന്നുമില്ല. വിശ്വാസികളുടെ നേരെയുള്ള ധാർഷ്ട്യവും അഹങ്കാരവും മേജർ ആർച്ച് ബിഷപ്പിനെ അനഭിമതനാക്കുന്നു. പിന്നെ വർദ്ധിക്കുന്ന വിദേശ കുടിയേറ്റം. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി സീറോ മലബാർ കത്തോലിക്കക്കാരിൽ ഗണ്യമായ എണ്ണം ഗൾഫ്, യൂറോപ്പ്, ഓസ്ട്രേലിയ, കാനഡ, US എന്നിവിടങ്ങളിലെ രാജ്യങ്ങളിലേക്ക് കുടിയേറി. ഈ കുടിയേറ്റക്കാർ അവരുടെ പുതിയ സ്ഥലങ്ങളിൽ സഭയുമായി ശക്തമായ ബന്ധം പുലർത്തുന്നില്ല. ഇത് അംഗത്വം നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ ആഭ്യന്തര ആരാധനാക്രമ വിഷയങ്ങൾ ഒരു പ്രധാനപ്പെട്ട തർക്ക വിഷയം. പുരോഹിതന്മാർ കുർബാന സമയത്ത് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതിക്ക് പകരം അൾത്താരയ്ക്ക് അഭിമുഖമായി നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഏകീകൃത ആരാധനാക്രമക്കോഡ്, അതായത് യൂണിഫൈഡ് ലിറ്റർജിക്കൽ കോഡ് ULC നടപ്പിലാക്കുക എന്നതാണ്. ഈ സഭയ്ക്കുള്ളിൽ ആഴത്തിലുള്ള ഭിന്നതയ്ക്ക് അതും കാരണമായി. ചില വിഭാഗങ്ങൾ ULCയെ ശക്തമായി എതിർക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള സാധ്യത പോലും നേരിടുകയും ചെയ്തു. വിമത വൈദികരെ സഹായിക്കുന്ന നിലപാട് മേജർ ആർച്ച് ബിഷപ്പ് എടുക്കുകയാണ്. സഭയുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെ സഭാ നേതൃത്വം അപമാനിക്കുന്നു, അവരെ ശത്രുക്കളായി കാണുന്നു. അതുപോലെ മറ്റൊരു കാര്യം വിശ്വാസം നഷ്ടപ്പെടലാണ്. പരമ്പരാഗത ആചാരങ്ങളോടുള്ള നിരാശയും ജീവിതത്തിൽ പ്രസക്തി ഇല്ലായ്മയും ഉൾപ്പെടെ വിവിധ കാരണങ്ങളാൽ ചില അംഗങ്ങൾക്ക് സഭയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതായി റിപ്പോർട്ടുണ്ട്. വിമത വൈദികരെ മേജർ ആർച്ച് ബിഷപ്പ് നേരിട്ട് സഹായിക്കുന്ന അവസ്ഥയും സഭയിലുണ്ടായി. സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ ലോകത്ത് മറ്റെല്ലായിടത്തും മെച്ചപ്പെട്ട സാമ്പത്തിക അവസരങ്ങളുടെയും ജീവിത ശൈലിയുടെയും ആകർഷണം കുടിയേറ്റത്തിന് കാരണമാകുന്നു. ഇത് കേരളത്തിലെ സഭാ അംഗത്വത്തെ കൂടുതൽ ബാധിക്കുന്നു. ഇനി തകർച്ചയുടെ അനന്തരഫലങ്ങൾ നമുക്ക് നോക്കാം. കുറഞ്ഞ സ്വാധീനം. അംഗത്വത്തിലെ കുറവും ആന്തരിക വിഭജനവും കേരള സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സഭയുടെ സ്വാധീനത്തെ ബാധിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടും. ചുരുങ്ങുന്ന ഒരു സഭയ്ക്ക് സാമ്പത്തിക വെല്ലുവിളികൾക്ക് കാരണമാകും. ഇതിന്റെ സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും നിലനിർത്താനുള്ള കഴിവിനെ ബാധിക്കും. സമൂഹത്തിന്റെ ശോഷണവും ഒരു കാരണമാണ്. ആന്തരിക വിഭജനങ്ങളും കുടിയേറ്റവും സീറോ മലബാർ കത്തോലിക്കർക്കിടയിൽ സമൂഹ ബോധത്തെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട്. യുവാക്കൾക്ക് അഴിമതിയും ആഡംബരവും നിറഞ്ഞ സഭയുടെ നേതൃത്വത്തോട് വിശ്വാസം നഷ്ടപ്പെട്ടു. പിന്നെ മെത്രാന്മാരുടെ വിദേശ സഞ്ചാരവും ആഡംബര ജീവിതവും മാതൃക നൽകുന്നതല്ല. മേജർ ആർച്ച് ബിഷപ്പിന്റെ ലോക സഞ്ചാരവും സുഖലോലുപതയും സഭയുടെ വിശ്വാസികൾക്ക് നൽകുന്നത് നിരാശ മാത്രമാണ്. ശക്തവും പ്രതിച്ഛായയായുള്ള മെത്രാന്മാരുടെ വൈദികരുടെയും അഭാവവും വിമത വൈദികരെ സഭ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയും സഭയിൽ തകർച്ച വേഗത്തിലാക്കി. സഭയുടെ സിനഡ് പേരിന് മാത്രം ഒരു മെത്രാനും സഭയെ പടുത്തുയർത്താൻ സാധിക്കുന്നില്ല. ഈ മെത്രാന്മാരുടെ ഈഗോ സഭയെ തകർക്കുകയാണ്. സീറോ മലബാർ സഭാ നേതൃത്വത്തിൽ അടിയന്തരമായ മാറ്റമില്ലെങ്കിൽ അടുത്ത കാലത്തൊന്നും ഈ തകർച്ചയിൽ നിന്നും കരകയറാൻ സഭയ്ക്ക് കഴിയില്ല. അംഗത്വത്തിലെ കുറവിന് കാരണമാകുന്ന ബാഹ്യവും ആന്തരികവുമായ ഘടകങ്ങളുള്ള സങ്കീർണമായ ഒരു സാഹചര്യമാണ് സീറോ മലബാർ സഭ നേരിടുന്നത്. വെല്ലുവിളികളെ നേരിടാൻ സഭാ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ സഭയുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്.